വിവോയുടെ Vivo Y33t എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. Vivo Y33t എന്ന ഫോൺ ഒരു ഓഫ്ലൈൻ ഫോണാണ്. സാധാരണ ഓഫ്ലൈൻ ഫോൺസ് എന്ന് പറയുമ്പോൾ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓൺലൈൻ ഫോൺസിൻ്റെ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഓഫ്ലൈൻ ഫോൺസിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, ഓൺലൈൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിൽ എന്തൊക്കെയാണ് കുറവുകൾ വരുന്നത്, അതുപോലെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മികച്ച ഫോണാണോ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo Y33t എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ Vivo Y33tയിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഫോൺസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം പല ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഇനി ഓൺലൈൻ ഫോൺസ് മാറ്റി നിർത്തിയിട്ട് ഓഫ്ലൈൻ ഫോൺസ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Oppo F19s, Oppo F19, Oppo F17 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇതിലൊക്കെ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും ഓഫ്ലൈൻ ഫോൺ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം അത് തിരക്കേടില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നത് പഞ്ചോൾ ഡിസ്പ്ലേ ആണ്. ഓൺലൈൻ ഫോൺസിൽ മാത്രമല്ല, ഈവൻ ഓഫ്ലൈൻ ഫോൺസിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലും പല ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത് ചെറിയൊരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ ഏകദേശം 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നുമല്ല ഈ ഒരു ഫോണിൽ വരുന്നത്. ഈവൻ ഓഫ്ലൈൻ മാർക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. അതൊന്നും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ് ഡേ ഡ്രീമും അതുപോലെ തന്നെ മിറർ ബ്ലാക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 695 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 810 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഫ്ലൈൻ മാർക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിലുണ്ട്. പിന്നെ ഈ ഫോണിൽ 8GB റാമാണ് വരുന്നത്. 128GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിലൊക്കെ മെച്ചപ്പെടുന്ന 4D ഗെയിം വൈബ്രേഷൻ എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 50 MP f 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് 2 MP f 2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും മൂന്നാമത് 2 MP f 2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ ആയിട്ടുകൂടി ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഓൺലൈൻ ഫോൺസിൻ്റെ കാര്യം കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക ഫോണുകളിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മിസ്സിംഗ് ആണ്. ഇനി അതല്ല, നമ്മൾ ഓഫ്ലൈൻ ഫോൺസിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഓഫ്ലൈൻ മാർക്കറ്റിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 MP f 2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൺലൈൻ മാർക്കറ്റിൽ വരുന്ന ഫോണുകളിൽ മിക്ക ഫോണുകളിലും ഇതിലും കൂടിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈവൻ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരെ ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇതിലും താഴെ വരുന്ന പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇനി അതല്ല നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ മാർക്കറ്റിലും ഇതിനേക്കാൾ കൂടിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കുറച്ചും കൂടി കൂടുതലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 18,990 രൂപയാണ്. പിന്നെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ Y33t എന്ന ഫോൺ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കുറേ ഫോണുകൾ വരുന്നുണ്ട്. അതല്ല നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ചെറുതായിട്ട് നിരാശപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.